തലയ്ക്ക് മുകളിൽ ഒരു ലോകമുണ്ട്. കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിന്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഓരോ ദിവസത്തിന്റെ സർവൈവലിന്റെ ഓട്ടത്തിനിടയിൽ നമുക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. പ്രപഞ്ചത്തിലുള്ള പല മിസ്റ്ററീസും ഒന്നൊന്നായി സയന്റിസ്റ്റുമാർ പല രീതിയിലും ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഹോൾ ആവട്ടെ, സൂപ്പർ ഹാബിറ്റബിൾ പ്ലാനറ്റ്സ് ആയിക്കോട്ടെ, ഡിസ്റ്റന്റ് ഗാലക്സീസ് ആയിക്കോട്ടെ, സൂപ്പർനോവ ആയിക്കോട്ടെ, പുതിയൊരു ഗാലക്സി ഉണ്ടാവുന്ന ആയിക്കോട്ടെ, അങ്ങനെ പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ റീസെന്റ് ആയിട്ട് സയന്റിഫിക് മെത്തേഡ്സിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം പലരും ഇതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഇതിനെ കാണുന്നത് ഈ ലോകത്തിലെ ആദ്യത്തെ പ്രോപ്പർ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ്. ദൈവത്തെ പറ്റി എന്ത് വീഡിയോ ഇട്ടാലും അതിൽ 3-4 കമന്റ്സ് ഖുറാനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇത്രയും വർഷങ്ങൾ മുന്നേ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ വളരെ റീസെന്റ് ആയിട്ട് സയന്റിസ്റ്റുമാർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഡിസ്കവറീസ് ശരിക്കും വേണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബിഗ് ബാങ് മുതൽ ബ്ലാക്ക് ഹോൾ വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഖുറാനിൽ കൊടുത്തിട്ടുണ്ട്. ഖുറാൻ എന്ന ഗ്രന്ഥത്തിനോട് എനിക്കുള്ള ഒബ്സഷൻ അത് ഇന്നും നില തുടങ്ങിയതൊന്നല്ല, വർഷങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പുറകെ തന്നെയാണ്. കാരണം ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള ഡേറ്റയാണ് ഇതിനകത്ത് വളരെ പ്രിസൈസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതും എനിക്ക് വളരെ പേഴ്സണലി തോന്നിയിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ഖുറാനിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ഹിന്ദു ആണെന്നോ അവൻ മുസ്ലിം ആണെന്നോ ഇവൻ ക്രിസ്ത്യാനിയാണെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ഒരു മനുഷ്യന്റെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള കാര്യങ്ങളാണ് ശരിക്കും ഞാൻ ഇവിടെ പറയുന്നത്. പേഴ്സണലി എനിക്ക് അറബി വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പലയിടത്തായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു നിമിഷം വരെ നമ്മുടെ ഭൂമിക്ക് അപ്പുറം ലൈഫ് ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല, നമുക്ക് ഇതുവരെയായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഭൂമിയിലുള്ള ജീവജാലങ്ങൾ ശരിക്കും കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് ഫോമാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് അതായത് ഒരുപാട് കണ്ടുവരുന്ന ഒരു എലമെന്റ് ആണ് കാർബൺ. ഭൂമിയിൽ നാച്ചുറൽ ആയിട്ട് ലൈഫിന് ഇവോൾവ് ചെയ്ത് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടീഷനുള്ള വേറെ ഗ്രഹത്തിലും ലൈഫ് എമർജ് ചെയ്ത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതും നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് തന്നെയാണ്. യൂണിവേഴ്സിന്റെ കാര്യം നിങ്ങൾ വിടാം, നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ തന്നെ 100 ബില്യണോളം പ്ലാനറ്റ്സ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ 20% നമ്മുടെ സൂര്യനെ പോലെ ഒരു ജി ഡോർഫ് സ്റ്റാറിന് ചുറ്റുന്ന അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്യുന്ന പ്ലാനറ്റ്സ് ആണ്. അതായത് ഏകദേശം നമ്മുടെ സൂര്യനെ പോലെ 20 ബില്യൺ സ്റ്റാറുകൾ നമ്മുടെ ഗാലക്സിയിൽ തന്നെയുണ്ട്. ഇത്തരം സ്റ്റാറുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാറിന് ചുറ്റും നമ്മുടെ ഭൂമിനെ പോലെ ഒരു ഹാബിറ്റബിൾ സോണിൽ ഓർബിറ്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ഉണ്ടായിരിക്കാം. അവിടെ നമ്മുടെ ഭൂമിനെ പോലെ തന്നെ നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അവിടെ ഇതേപോലെ തന്നെ ഒരു കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം നാച്ചുറലി ഇവോൾവ് ആയി വരാനുള്ള സാധ്യതകളും വളരെ 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 കൂടുതലാണ്. നമ്മുടെ കറന്റ് അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് നമ്മുടെ ഭൂമിക്ക് അപ്പുറം ഒരു ലൈഫിന് ഇതുവരെയായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു അസംഷൻ മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഷുവർട്ടി ഉള്ള 100% ഉറപ്പുള്ള ഒരു അസംഷൻ ആണ് ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞ അതേ കോണ്ടെക്സ്റ്റ് ശരിക്കും ഖുറാനിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഖുറാനിലത്തെ വാചകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഏൻഷ്യൻ ടൈംസ് മുതലേ ഹ്യൂമൻസ് ഏറ്റവും കൂടുതൽ ഒബ്സസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ആസ്ട്രോണമി. ആകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ കൗതുകത്തോടെയാണ് അന്നും ഇന്നും മനുഷ്യർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പല തിയറീസും പല കാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ച് വരുന്നുണ്ട്. അതായത് ഭൂമിയാണ് നമ്മുടെ യൂണിവേഴ്സിന്റെ ഒത്ത നടുക്ക്. ഈ പറയുന്ന സൂര്യനും മൂണും പ്ലാനറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഭൂമിക്ക് ചുറ്റുന്ന ഒരു പ്രക്രിയയാണെന്നാണ് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ചിരുന്നത്. അതായത് 2nd സെഞ്ചുറി BC തൊട്ട് 16th സെഞ്ചുറി വരെ ഇതാണ് ശരിക്കും നടക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ജിയോ സെൻട്രിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം 1512 നിക്കോളാസ് കോപ്പർനിക്കസിന്റെ ഒബ്സർവേഷൻ വഴി ഹീലിയോ സെൻട്രിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന പോലെ സൂര്യനാണ് ഒരു സോളാർ സിസ്റ്റത്തിന്റെ നടുക്ക് നിൽക്കുന്നതെന്നും ബാക്കിയുള്ള പ്ലാനറ്റുകളും സെലസ്റ്റിയൽ ഒബ്ജക്ട്സും എല്ലാം ഈ സൂര്യന് ചുറ്റുമാണ് ചുറ്റുന്നത്. അതിനെയാണ് ഹീലിയോ സെൻട്രിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം 1609 കെപ്ലർ അടുത്ത ഡിസ്കവറി ആയിട്ട് വരുന്നത് ഈ പ്ലാനറ്റ് സെലസ്റ്റിയൽ ഒബ്ജക്റ്റിന് വെറുതെ നിൽക്കുന്നതല്ല, അതിന്റെ ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഡിസ്കവറി അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ പല പല സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് ഡിസ്കവറീസ് നമ്മൾ കാലകാലങ്ങളായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 1400 വർഷങ്ങളോളം പഴക്കമുള്ള ഈ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പെർട്ടിക്കുലർലി ഈച്ച് ട്രാവലിംഗ് ഇൻ ഓർബിറ്റ് ഇൻ ഇറ്റ്സ് ഓൺ മോഷൻ എന്നുള്ള ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ പറയുന്ന ഗ്രഹങ്ങളും സൂര്യനുമെല്ലാം അതിന്റേതായിട്ടുള്ള ഓർബിറ്റ് ചെയ്യുന്നുണ്ടെന്നും അതായത് ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും ഇങ്ങനെ ചുറ്റുന്നത് പോലെ തന്നെ ഈ പറയുന്ന സൂര്യനും നമ്മുടെ ഗാലക്സിക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മോഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്കും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് സൂര്യനും ഗ്രഹങ്ങളെല്ലാം ഒരു രീതിയിലുള്ള മോഷനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഒരു പ്ലാനറ്റിന്റെ മോഷൻ എന്ന് പറയുന്നത് അത് അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ ആയിരിക്കാം ശരിക്കും റിസംബിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും ശരിക്കും ഇവിടെ കൺവേ ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പ്ലാനറ്ററി മോഷനോടൊപ്പം തന്നെ നമ്മുടെ സൂര്യന്റെ മോഷനും ശരിക്കും ഖുറാനിൽ പറയുന്നുണ്ട്. പ്ലാനറ്ററി മോഷനെ പറ്റിയിട്ട് വേറൊരു ഡീറ്റെയിലും ഖുറാനിൽ പറയുന്നുണ്ട്. അതായത് സൂര്യന് ഒരിക്കലും മൂണിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വാചകം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിന്റെ മീനിങ് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അതായത് സൂര്യന്റേതായിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ട്, മൂണിന്റേതായിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാനറ്റ്സിന് അതിന്റേതായിട്ടുള്ള ഓർബിറ്റ് ഉണ്ട്. അതായത് ഒരിക്കലും സൂര്യന് നമ്മുടെ മൂണിന് മുന്നിൽ വരാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല. അതിന്റെ മീനിങ് മൂൺ അതിന്റേതായിട്ടുള്ള ഓർബിറ്റിലാണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ സൂര്യൻ നമ്മുടെ ഗാലക്സിക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ സയന്റിഫിക്കലി സോളാർ അപ്പെക്സ് എന്ന് പറയുന്നത്. 12 മൈൽസ് പെർ സെക്കൻഡ് സ്പീഡിലാണ് സൂര്യൻ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇതേ കാര്യം തന്നെ നമ്മുടെ ഖുറാനിലും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ട് ഒരു ജി ഡ്വാർഫ് സ്റ്റാറിന്റെ അവസാനം എന്ന് പറയുന്നത് അത് പയ്യെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് അതൊരു വൈറ്റ് ഡ്വാർഫ് ആയിട്ട് ചുരുങ്ങും. നേരെ മറിച്ച് കുറച്ചൊരു മാസ് ഉള്ള ഒരു സ്റ്റാർ ആണെങ്കിൽ അത് ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ ആയിരിക്കും അത് അവസാനിക്കുന്നത്. സൂര്യന്റെ കേസിൽ വരുമ്പോൾ ഈ പറയുന്ന എക്സ്പാൻഷൻ നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റ് വരെ എത്തുന്നതാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഇതൊരു വൈറ്റ് ഡ്വാർഫ് ആയിട്ട് നമ്മുടെ സൂര്യൻ ഒരു വൈറ്റ് ഡ്വാർഫ് ആയിട്ട് ചുരുങ്ങുന്നതാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്നാൽ ഇതേ സംഭവം നമ്മുടെ ഖുറാനിലും കൊടുത്തിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു വാചകം നമ്മുടെ ഖുറാനിലും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനിനാക്കിയുടെ
സ്റ്റോറിയിൽ നിബിരു എന്ന് പറഞ്ഞ പ്ലാനറ്റ് നമ്മുടെ ഭൂമിയുടെ അടുത്തെത്തിയപ്പോൾ ഈ പ്ലാനറ്റിന്റെ ഗ്രാവിറ്റി അത്യാവശ്യം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിനെ അത് അഫക്ട് ചെയ്യുകയും നമ്മുടെ ഭൂമിയിൽ ഒരു ഗ്രേറ്റ് ഫ്ലഡ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഈ ഫ്ലഡിനെ പറ്റി നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും പല കാലഘട്ടമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഖുറാനിൽ നമ്മുടെ ഭൂമിയുടെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓഷ്യൻസ് വിൽ സ്വെൽ അപ്പ്, അതായത് ഓഷ്യൻസിൽ വീർത്ത് വരും എന്നുള്ളൊരു വാചകം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതും ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആ ഗ്രേറ്റ് ഫ്ലഡുമായിട്ട് വളരെ റെസംബ്ലൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. കറന്റ് അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് ഒരു സിവിയർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ അനോമലി തന്നെയാണ് ശരിക്കും ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ലൈറ്റിന് പോലും എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഉള്ള ഒരു ഫിനോമിനാണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹോൾ ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹോൾ കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അക്രീഷൻ ഡിസ്കിലാണെങ്കിൽ മാറ്ററും പാർട്ടികൾസ് എല്ലാം ഏകദേശം ലൈറ്റിന്റെ സ്പീഡിൽ ഓർബിറ്റ് ചെയ്ത് നമ്മുടെ ബ്ലാക്ക് ഹോളിലേക്ക് കൺസ്യൂം ആവുന്ന ആ ഒരു പോയിന്റാണ് ശരിക്കും അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്നത്. വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്യൂം ക്ലീനർ പോലെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു വാക്യൂം ക്ലീനർ ആണ് ശരിക്കും ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ഖുറാനിലെ ഈ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക, ദോസ് ദാറ്റ് റൺ ആൻഡ് ഡിസപ്പിയർ. അതായത് ഈ ഒരു വാചകം ശരിക്കും സിഗ്നിഫൈ ചെയ്യുന്നത് മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റും അത് പ്ലെയിൻ സൈറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി വാനിഷ് ആവാൻ കഴിയുന്നത്, അത് ഡിസപ്പിയർ ചെയ്യാൻ കഴിയുന്ന ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് ശരിക്കും ഇതിൽ പറയുന്നത്. അതായത് ബ്ലാക്ക് ഹോൾ ആയിട്ട് വളരെ റിസംബിൾ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. ഇതിനോടൊപ്പം തന്നെ റണ്ണിംഗ് ആൻഡ് സ്വീപ്പിംഗ് എന്ന് പറയുന്ന ഒരു വാചകം കൂടി പറയുന്നുണ്ട്. അതായത് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്യൂം ക്ലീനർ പോലെ തന്നെയാണ്. അപ്പോൾ അതിനടുത്ത് എന്തെങ്കിലും ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇവൻ ഹൊറൈസിന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ അതിനെ ഈ ബ്ലാക്ക് ഹോൾ കൺസ്യൂം ചെയ്യും. അതിനെയാണ് ശരിക്കും സ്വീപ്പിംഗ് എന്നുള്ള ഒരു വാചകം ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും നമ്മുടെ ഖുറാനിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാറിന്റെ അവസാനം എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒന്നില്ലെങ്കിൽ സൂപ്പർനോവ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് മാറും. നമ്മുടെ സൂര്യനെക്കാളും മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാറിന്റെ അവസാനത്തെ സ്റ്റേജ് ആണ് ശരിക്കും ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. സൂപ്പർനോവയ്ക്ക് ശേഷം ഇതിന് സ്വന്തം ഗ്രാവിറ്റിയിൽ ഈ മെറ്റീരിയൽസ് എല്ലാം കൊളാപ്സ് ചെയ്ത് ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ടുള്ളത്. ഇതിനോട് വളരെയധികം റിസംബിൾ ചെയ്യുന്ന ഒരു വാചകമാണ് നമ്മുടെ ഖുറാനിലും കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ഭൂമിന് ചുറ്റും ഒരു കാനപ്പി ഉണ്ടെന്നും അതായത് ഒരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡിംഗ് ഉണ്ടെന്നും നമ്മുടെ ഖുറാനിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ഗ്യാസ് ലെയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ ഓസോൺ ലെയറിനെ ആയിരിക്കും ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. പേഴ്സണലി എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു പോയിന്റാണ് ഖുറാനിൽ നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ടെന്നുള്ളത്. ബോട്ടണി മുതൽ ആസ്ട്രോണമി വരെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഖുറാനിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞത് ലോകത്തിന്റെ ഏറ്റവും ആദ്യത്തെ സയൻസ് ടെക്സ്റ്റ് ബുക്ക്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്കാണ് ശരിക്കും ഖുറാൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സയന്റിഫിക് ഡേറ്റ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി?